അത് എങ്ങനെയാണ് കാണുന്നത്? പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായമില്ല, ഒരു സംശയമില്ല. പക്ഷെ ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒന്ന്, വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ വികസനത്തിന് പ്രധാനപ്പെട്ടതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ഇന്ന് അദാനിക്ക് ഈ ഓഹരി കൈമാറ്റം നടത്തണം. അതിന്റെ ഫലമായിട്ട് 13,000 കോടി രൂപ അവർക്ക് കിട്ടുന്നു. അതിന് കേരള സർക്കാരിന്റെ അനുവാദം കൂടിയേ തീരൂ. രണ്ട് തരത്തില്. ഒന്ന്, 3-ാം വകുപ്പ് പ്രകാരം മുൻകൂർ അനുമതി വേണം. രണ്ടാമത്തത് 5-ാം വകുപ്പ് പ്രകാരം ഇപ്പോ ഷെയർ എടുക്കാൻ വരുന്നവർക്ക് തൂത്തുക്കുടി പോർട്ടില് ഒരു ടെർമിനൽ അവരുടെ സ്വന്തമാണ്. അപ്പോ അത് കരാർ ലംഘനമാണ്. അത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതുവരെ കേരള സർക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോ ഈ കാര്യങ്ങൾ വ്യക്തത വരുത്തണം. വരുത്തിയിട്ടത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അഭിപ്രായങ്ങൾ പറയുമ്പോൾ അപ്പുറത്തോ ഇപ്പുറത്തോ ഇതിന്റെ പ്രാധാന്യത്തിൽ ചിലരൊന്നും, ചിലര് ഇത് നമ്മൾ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് പറയും. അതല്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. വിവാദമാക്കേണ്ടതില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. നോ. വിവാദം ഇത് കേരള സർക്കാർ എന്താ അഭിപ്രായം? MSC കമ്പനിക്ക് തൂത്തുക്കുടിയിൽ അവിടെ ഒരു ബർത്ത് സ്വന്തമായിട്ടുള്ളത്, ബർത്തല്ല, ടെർമിനൽ സ്വന്തമായിട്ടുള്ളത് കരാറിലുള്ള നിബന്ധനകളിൽ നിന്ന് വ്യത്യസ്തമാണോ ഇല്ലയോ? എന്താ കേരള സർക്കാരിന്റെ അഭിപ്രായം? പറയണം. ഇതൊക്കെ പറഞ്ഞ് വ്യക്തത വരുത്തിയിട്ടല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വ്യക്തത വരുത്തണം. കേന്ദ്ര കമ്മിറ്റി തീരുമാനം തെരഞ്ഞെടുപ്പ് അവലോകനമാണ്. നമ്മൾ എന്താണ് ഔട്ട്കം പ്രതീക്ഷിക്കേണ്ടത്? കേരള കമ്മിറ്റി വിശദമായിട്ട് അവലോകനം നടത്തിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാന കമ്മിറ്റികളും ഇതുപോലെ അവലോകനം നടത്തിയിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റി ഇത് പരിശോധിച്ച് കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു പ്രമേയം പാസ്സാക്കും. അതിന് എന്താ ഈ പറയുന്നത്? ദിവ്യ എസ് അയ്യറുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പാർട്ടി രണ്ട് തട്ടിലെന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് ദിവ്യ എസ് അയ്യരുടെ പോർട്ട് MD സ്ഥാനത്തുള്ള മാറ്റം. ഇല്ല, അതൊന്നും പ്രധാനപ്പെട്ട ഇഷ്യൂസ് അല്ല. അതിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്തുവാ? ഒരു ദിവസത്തെ മാറ്റണോ മാറ്റണ്ടേ? പക്ഷെ മാറ്റുമ്പോ ഇങ്ങനെ ഒരു നേരത്തെ ഒരു തർക്കം ഇത് സംബന്ധിച്ച് അദാനിയുമായിട്ട് അവിടുത്തെ സിഇഒക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നുള്ള ചോദ്യം വരില്ലേ? അത് പ്രസക്തമായ ചോദ്യമല്ലേ എന്ന്.